നല്ലുണ്ട്. അതെ, നിങ്ങളുടെ റൂമിന്റെ താക്കോല്. എന്നാ ടിങ്കു പുറത്തേക്ക് വന്നോളൂ. എത്ര തവണ ഞാൻ നിന്നോട് പറഞ്ഞിട്ടുള്ളതാ കോട്ടിനകത്തിരിക്കുമ്പം അനങ്ങാതിരുന്നോളണമെന്ന്. അനങ്ങിയാൽ ആരെങ്കിലും കാണൂലേ? നിന്നെ എന്റെ കൂടെ കണ്ടു കഴിഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാവൂലേ ഞാനാ നിന്നെ വളർത്തിക്കൊണ്ടുവരുന്നതെന്ന്. ഇതാണ് ഞാൻ പറഞ്ഞ നഗരം. ഇവിടെ മുഴുവനും മോഷ്ടിച്ച് എല്ലാം സ്വന്തമാക്കണം. ഇനിയുള്ള രാത്രി നമുക്കൊന്ന് വിഹരിക്കണം. എന്ത് നല്ലവൻ. എന്റെ ദുഷ്ടബുദ്ധിക്കാരി കണ്ണു കിട്ടാതിരിക്കട്ടെ. എന്റെ ടിങ്കുക്കുട്ടാ, ഞാനിപ്പോ താഴെ പോവാണ്. നീ വേറെ വഴിക്ക് നേരെ താഴോട്ട് വാ കേട്ടോ. എന്നിട്ട് നമുക്ക് തീരുമാനിക്കാം എവിടെ എങ്ങനെയൊക്കെ മോട്ടിക്കാമെന്ന്. ആദി, ഈ ഫ്രൂട്ട്സ് പിടിക്ക്. പിന്നെ കുറച്ച് സ്നാക്സും ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. വരൂ കുട്ടികളെ, താഴെ വന്ന് അത് എടുത്തുകൊണ്ടുവന്ന് നിങ്ങൾ ഇവിടെ ഇരുന്ന് കളിച്ചോളൂ. മമ്മി, അലുവ ഉണ്ടാക്കിയത് ഇവരുടെ കയ്യിൽ കൊടുത്തു വിടണം കേട്ടോ. എന്താ ടിങ്കു, നിനക്കത് വേണമെന്നാണോ പറയുന്നത്? എന്നാ പോയിക്കോ. ചെന്നാ ചെക്കന് വശത്താക്കാൻ നോക്കൂ. എന്നിട്ട് നീ അവന്റെ വീട്ടിൽ താമസിച്ചോളൂ. എന്നും രാത്രി വീട്ടിലുള്ള സാധനങ്ങൾ മോഷ്ടിച്ച് അതൊക്കെ ഹോട്ടലിൽ വന്ന് എന്റെ കയ്യിലോട്ട് തരണം കുട്ടാ. അതുകൊണ്ട് പകല് മുഴുവൻ നീ അവന്റെ കൂടെ ഉണ്ടാവണം. ഞാൻ പറഞ്ഞത് മനസ്സിലായോ നിനക്ക്? മനസ്സിലായി എന്നാണോ പറയുന്നത്? ഇന്ന് വരെ നമ്മൾ എല്ലാ നഗരങ്ങളിലും പോയി ഇതുപോലെയല്ലേ മോഷണം നടത്തിയിട്ടുള്ളത്. ഒരാൾക്കും നമ്മളോട് ഇതുവരെ ഒരു സംശയവും തോന്നിയിട്ടില്ല. ഈ നഗരത്തിലും നമ്മളെ ആരും സംശയിക്കാൻ പാടില്ല. എത്ര നല്ല കാര്യങ്ങളാ ഞാൻ ഈ ചെയ്യുന്നത്. എന്റെ ദുഷ്ടബുദ്ധിക്കാരനെയും കണ്ടുകെട്ടാതിരിക്കട്ടെ. എന്റെ അടുത്ത് വരല്ലേ, ദൂരെ പൊയ്ക്കോ പൊയ്ക്കോ. എനിക്ക് പേടിയാണ്, എന്റെ അടുത്ത് വരല്ലേ. പൊയ്ക്കോ പൊയ്ക്കോ പൊയ്ക്കോ. എനിക്ക് പേടിയാണ്, എന്റെ അടുത്ത് വരല്ലേ. പോകാനല്ലേ പറഞ്ഞത്, എന്തിനാ പിന്നെ എന്റെ അടുത്ത് വന്നത്? മര്യാദയ്ക്ക് പൊയ്ക്കോ മാമേ. പോ 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 ചീപ്പാ. ദൂരെ പോ ദൂരെ പോ. പോ പോ. ആദി, അതിനൊരു പഴം കൊടുത്തൂടെ നിനക്ക്? നീ അനങ്ങാതെ ഒന്ന് നിക്ക്. കൊള്ളാലോ, ഇത് നമ്മളെ നോക്കി സല്യൂട്ട് ചെയ്യണത് കണ്ടോ? ഹലോ ഫ്രണ്ട്, നീ ആള് വളരെ മിടുക്കനാണല്ലോ. ഹായ്, എനിക്ക് നീ ഷൈക്കാൻഡ് തരുവോ? അടിപൊളി. എത്ര ക്യൂട്ടാണെന്ന് നോക്കൂ. ഇതിനെ ആരോ ശരിക്കും ട്രെയിൻ ചെയ്തിട്ടുണ്ട്. ഇതിനെ നമ്മൾ എങ്ങനെയാ വിശ്വസിക്കുക? ചിലപ്പോ ഇത് ഏലിയൻ മറ്റോ ആണെങ്കിലോ? ജൂഡി, നിനക്ക് എപ്പോ നോക്കിയാലും ഏലിയന്റെ വിചാരേ ഉള്ളൂ. ഇതിനെ ആരോ ശരിക്കും എടുത്ത് വളർത്തുന്നതാണ്. ഇതിന്റെ കഴുത്തിലുള്ള സ്ട്രാപ്പ് നിങ്ങൾ ശ്രദ്ധിച്ചോ? ഇതിന്റെ പേര് ടിങ്കു. ഹായ് ടിങ്കു, ഇന്ന് ഒരു പഴം കൂടി കഴിച്ചോ? ഒരു മിനിറ്റ്, ഇതിന് മ്യൂസിക് ഇഷ്ടമാണെന്ന് നമുക്ക് നോക്കാം. എന്റെ
എന്റെ ടിങ്കു എന്തൊരു മിടുക്കനാന്ന് കണ്ടോ. 1 മിനിറ്റ് കൊണ്ടല്ലേ അവൻ കൂട്ടുകൂടി കളഞ്ഞത്. എന്നെ സമ്മതിക്കണം, അത്രയും നല്ല ട്രെയിനിങ് അല്ലേ ഞാൻ അവന് കൊടുത്തിരിക്കുന്നത്. എന്റെ ദുഷ്ടബുദ്ധിക്ക് ആരുടെയും കണ്ണ് കെട്ടാതിരിക്കട്ടെ. മമ്മി എന്ത് രസം നോക്കിയേ, എത്ര നന്നായിട്ട് ഇത് ഡാൻസ് ചെയ്യുന്ന നോക്ക്. നമുക്ക് വളർത്താം. പ്ലീസ് 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 പ്ലീസ്. ശരി വളർത്താം. വരൂ. ദിവസം മുഴുവൻ ഇരുന്ന് അർമാദിച്ചു അല്ലേ? ഇനിയെങ്കിലും നിന്റെ ജോലി ചെയ്യാൻ നോക്ക്. നമ്മൾ ഈ നഗരത്തിലുള്ളത് വരെ നീ ഈ വീട്ടിൽ തന്നെ താമസിച്ചാൽ മതി. ഇവിടെ നിന്നുകൊണ്ട് തന്നെ പല മോഷണം നടത്തണം. അപ്പപ്പോ എനിക്ക് നിന്നെ ഹോട്ടലിലേക്ക് കൊണ്ടുപോകാനും പറ്റില്ല. ആദ്യത്തെ ജോലി ഈ വീട്ടിൽ നിന്ന് തന്നെ തുടങ്ങിക്കോളൂ. ഇന്ന പിടിച്ചോ. ചിലപ്പോ അവൻ ഓടിക്കാണും. നമ്മുടെ വീട്ടില് കള്ളം കയറി. നമ്മുടെ സ്വർണങ്ങളൊക്കെ കളവ് പോയി. പോലീസ്, നിങ്ങളൊന്ന് പോലീസിനെ വിളിക്ക്. ഇപ്പോഴൊക്കെ ഡെയിലി ന്യൂസിൽ ആകെ മോഷണം മാത്രമാണ് ഉള്ളത്. ഇതൊക്കെ ആരാ ചെയ്യുന്നെന്ന് അറിയുന്നില്ലല്ലോ. അതെ ശിവ, മിനിഞ്ഞാന്ന് രാത്രി ഞങ്ങളുടെ അവിടെയൊക്കെ കളവ് പോയി. മമ്മി വളരെ സങ്കടത്തില്. എനിക്കാകെ ഈ ടിങ്കുനെ കുറിച്ച് ഓർത്തിട്ട് വല്ലാത്ത പേടി. ചിലപ്പോ ഇവനെ മുന്നേ മോഷ്ടിച്ചാലോ. അതുമല്ലാതെ എന്നും രാത്രി ഇവനെ കാണാനാവുന്നുണ്ടെന്നേ. നേരം വെളുത്ത് ഞാൻ നോക്കുമ്പോ ഇവൻ എന്റെ അടുത്ത് കിടന്ന് ഉറങ്ങുന്നുണ്ടാവും. ഇന്നലെ രാത്രിയും ഇവനെ പെട്ടെന്ന് കാണാതായി. ഞാൻ വിചാരിച്ച ഇവനെ ഓടിപ്പോയി കാണൂന്ന്. ചിലപ്പോ ഈ ടിങ്കു ആയിരിക്കും മോഷ്ടിക്കുന്നത്. ടിങ്കു എങ്ങനെ മോഷ്ടിക്കാനാണെന്നേ? അതുമല്ലാതെ വിലപിടിപ്പുള്ള സാധനങ്ങൾ ഇവനെന്തിനാ? എനിക്ക് എന്തോ ഒരു കുഴപ്പം തോന്നുന്നുണ്ട്. അതായത് ടിങ്കു വന്നപ്പോ മുതലാണ് മോഷണം നടക്കുന്നത്. ടിങ്കു നല്ല പ്രാക്ടീസ് ഉള്ളവനാണ്. ചിലപ്പോ ഇവന്റെ മുതലാളിയായിരിക്കും ഇവനെ ഇങ്ങനെ ചെയ്യിപ്പിക്കുന്നത്. നമുക്ക് ടിങ്കുനെ എങ്ങനെയെങ്കിലും ശ്രദ്ധിച്ചേ പറ്റൂ. ആദി, ഇന്ന് നീ കൂർക്കം വലിച്ച് കടന്ന് ഉറങ്ങരുത് കേട്ടോ. ഉറങ്ങുന്ന മാതിരി അഭിനയിച്ചേ പറ്റൂ. ശരി. ടിങ്കു വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ ഉടനെ തന്നെ എനിക്ക് ഫോൺ ചെയ്യണം. ഓക്കെ ശിവ. ശിവ, നിനക്ക് തോന്നുന്നുണ്ടോ ടിങ്കു തന്നെ കള്ളനെന്ന്? ഇന്ന് രാത്രി എല്ലാം മനസ്സിലാവും. അവൻ കള്ളനാണെങ്കിൽ രാത്രി എഴുന്നേറ്റ് തീർച്ചയായിട്ടും മോഷ്ടിക്കാൻ പോവാതിരിക്കില്ല. മോഷ്ടിച്ച സാധനങ്ങൾ അവന്റെ ബോസിന്റെ അടുത്ത് കൊടുക്കാനും പോകും. ശിവ, നീ ഇങ്ങോട്ട് വേഗം വാ. ടിങ്കു ഇപ്പോഴും പോയി. എന്താ പറഞ്ഞത്? അവൻ ടെറസിന്റെ പുറത്ത് പോയി. നീ ഫോളോ ചെയ്ത് അവൻ എവിടേക്കാ പോകുന്നെന്ന് ശ്രദ്ധിക്കുക. ഞാൻ ഇപ്പൊ തന്നെ വരാം. എന്റെ സംശയം ശരിയായിരുന്നു. നിങ്ങൾ വരൂ. ടിങ്കുന്റെ ഓണർ ആരാന്ന് നമ്മൾ എത്രയും പെട്ടെന്ന് കണ്ടുപിടിക്കണം.
ടിങ്കു എങ്ങോട്ടാ പോയത്? അവനെ ഇവിടുന്ന് അപ്പുറത്തെ ഓട്ടിലേക്ക് കയറി നേരെ പോയി. ആ, ശിവ. നിങ്ങൾ മൂന്നുപേരും പല വഴിക്കായിട്ട് പോകൂ. ടിങ്കുനെ എവിടെയെങ്കിലും വെച്ച് കണ്ടാൽ ഉടനെ എന്നെ വിളിച്ചറിയിക്കൂ. ശിവ, ഞാൻ ടിങ്കുനെ ഇവിടെ കണ്ടു. അവിടെ ആ ഭാഗത്താണ് പോയത്. ഓരോ വീടിന്റെ മുകളിൽ കൂടി പോയി. അത് ഹോട്ടലിൽ മുകളിലുള്ള മുറിയിലേക്ക് കയറി പോയിരിക്കുന്നു. ഏത് ഫ്ലോർ ഏത് റൂമാണെന്ന് അതായത് എനിക്ക് ശരിക്കും കാണാൻ കഴിയുന്നില്ല. ലഡു സിംഗ് സാറിനെ വിളിച്ചേ പറ്റൂ. ഹലോ ലഡു സിംഗ് സാർ. എന്ത് പറ്റി? നീ എന്തായി ചെയ്യുന്നത്? ആരെയാ ചൂണ്ടിക്കാണിക്കുന്നത്? ഞാനൊന്ന് നോക്കട്ടെ. ഓ, അപ്പൊ അവര് നിന്നെ പിന്തുടർന്ന് ഇവിടം വരെ എത്തിയിരിക്കുന്നു അല്ലേ? അപ്പോ എന്റെ ദുഷ്ടബുദ്ധി ആരുടെയോ കണ്ണു കിട്ടിയെന്നാ തോന്നുന്നത്. ഇനി ശ്രദ്ധിച്ചല്ലേ പറ്റൂ. സാർ, ഞാൻ എത്ര തവണ പറഞ്ഞു, ഇവിടെ വന്ന കസ്റ്റമറുടെ അടുത്ത് ഒരു മങ്കിയെ പോലും ഞാൻ കണ്ടിട്ടേ ഇല്ല. അതുപോലെ ഞങ്ങളുടെ ഹോട്ടലിൽ പെറ്റ്സിനെ അലൗഡ് ചെയ്യില്ല. ലഡു സിംഗ് സാർ, 2 ദിവസം മുൻപാണ് നമുക്ക് ടിങ്കുവിനെ കിട്ടിയത്. അതുകൊണ്ട് 2 ദിവസം മുമ്പുള്ള CCTV ഫുഡ് ചെക്ക് ചെയ്താൽ നമുക്ക് എന്തെങ്കിലും കിട്ടും. ടിങ്കുവിനെ ഒളിപ്പിച്ചു കൊണ്ടുവന്ന അയാളുടെ മുഖം നമുക്ക് കാണാൻ പറ്റിയെങ്കിലോ? ഈ ഐഡിയ നന്നായിട്ടുണ്ട്.
ശരിയാണ്. ലഡു സിംഗ് സർ, ഈ കോട്ടിട്ടിട്ടുള്ള മനുഷ്യനെ കാണുമ്പോൾ എനിക്ക് സംശയം തോന്നുന്നു. നോക്കൂ, ഈ ചൂടുള്ള വേനൽക്കാലത്ത് ആരെങ്കിലും ഇത്ര വലിയ കോട്ടിട്ടിട്ട് വരുമോ? അപ്പൊ പോക്കറ്റും തൊടുന്നുണ്ട്. അതായത് ആ പോക്കറ്റിന്റെ അകത്ത് എന്തോ ഒളിപ്പിച്ചിരിക്കുന്ന പോലെ. അതുമല്ലാതെ ആ കുട്ടിയെ കണ്ടോ? ഇടയ്ക്കിടയ്ക്ക് അത് തിരിഞ്ഞ് പോക്കറ്റിൽ തന്നെ നോക്കുന്നത്. ഫിഫ്ത് ഫ്ലോറിൽ റൂം നമ്പർ 504 ഇയാൾ താമസിക്കുന്നുണ്ട്. ഐ, വേഗം വന്നേ. വേടാ റാം, നീ സ്റ്റെപ്സ് വഴി വന്നേ. ഞങ്ങള് ലിഫ്റ്റ് വഴി പോയിക്കോളാം. ശരി സാർ. ഹലോ, റൂം 504. സാർ റൂമിൽ തന്നെ കാണണം കേട്ടോ. ഇൻസ്പെക്ടർ ലഡ്ഡു സിംഗ് അങ്ങയെ കാണാൻ വരുന്നുണ്ട്. അതിനെന്താ, വരാൻ പറയൂ. പഴം വേണോ ടിങ്കു? എടോ കൊരങ്ങന്റെ മുതലാളി, യു ആർ അണ്ടർ അറസ്റ്റ്. അങ്കൂരി പാണ്ഡെ സർ, ഇനി നിങ്ങൾ രക്ഷപ്പെടാനുള്ള ഒരു വഴിയും ഇല്ല. പോലീസിനെ കീഴടങ്ങുന്നതാണ് നല്ലത്. ലഡു സിംഗ് സർ ദാ വന്നോണ്ടിരിക്കാണ്. അല്ല, നീ ഈ ടിങ്കുവിന്റെ മോഷണമല്ലേ കണ്ടിട്ടുള്ളൂ, അവന്റെ ഫൈറ്റ് കണ്ടിട്ടില്ലല്ലോ. എന്നാ അതും കൂടെ അങ്ങ് കാണ്, എന്നിട്ട് നീ എന്നെ പിടിച്ചാ മതി. ടിങ്കു കുട്ട, അറ്റാക്ക്! എങ്ങനെയുണ്ട്? കമോൺ, നീ നല്ലൊരു ഫൈറ്റർ ആണ്. എന്നാ ഏത് കഴിച്ചോ? കമോൺ, നമ്മളൊക്കെ ഫ്രണ്ട്സ് അല്ലേ? അതും നല്ല ഫ്രണ്ട്സ് ആണ്. Hey, Tinku, let's dance. ഞാൻ അങ്കൂരി അങ്കിളും നോക്കിക്കോളാം. എടാ ടിങ്കു കുരങ്ങ, ഇവിടെ ഫൈറ്റാ നടന്നുകൊണ്ടിരിക്കുന്നത്. നീ എന്തിനാ ഇപ്പൊ ഡാൻസ് ചെയ്യുന്നത്? അറ്റാക്ക് ചെയ്യാൻ. ഏയ് കുട്ടി, വഴിന്ന് മാറ്, എനിക്ക് പോകാനുള്ളതാ. നിന്നെ ഞാൻ വെറുതെ വിടില്ല. എന്റെ അമ്മച്ചി. കുട്ടിയെന്ന് വിളിക്കരുത് അങ്കിൾ. വരൂ വരൂ സാറേ, എനിക്കിനി ഇവനെ തല്ലുകൊള്ളാൻ വയ്യേ. എന്നെ പെട്ടെന്ന് അറസ്റ്റ് ചെയ്യേ. ഇദ്ദേഹത്തിനെ വേഗം ജയിലിൽ കൊണ്ടുപോകൂ. അതുവരെ ഞങ്ങൾ ഇവിടെ അടിച്ചു പൊളിക്കട്ടെ.